بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. بيان أن وجوب التوبة على الفور. തൗബയുടെ ബാബില് മൂന്നാമത്തെ ഭാഗമാണ്. ബയാനു അന്ന വുജൂബ തൗബത്തി അലൽ ഫൗരി. തൗബയുടെ നിർബന്ധിതാവസ്ഥ പൊടുന്നനെയാണ്, പെട്ടെന്നാണ്, വെച്ച് താമസിപ്പിക്കാൻ സമയമില്ല, സഡൻലി ആയിട്ട് തൗബ ചെയ്യണം. മനുഷ്യനിൽ പാപം വന്നാൽ തൗബയ്ക്ക് പിന്നെ ഒട്ടും വൈകാൻ പാടില്ല എന്ന വിശദീകരണം. തൗബയുടെ വുജൂബിയത്ത് ഫൗറിന്റെ മേലാണ്, പെട്ടെന്നായിരിക്കണം, വെച്ച് പിന്തിക്കുക എന്നുള്ള പരിപാടി പാടില്ല. അതാണ് വിശദീകരിക്കുന്നത്. അമ്മ വുജൂബുഹ, അപ്പോ തൗബയുടെ നിർബന്ധിതാവസ്ഥ അലൽ ഫൗരി, ഫൗറിന്മേലാണ്, പൊടുന്നനെ ആയിരിക്കണം, പെട്ടെന്നായിരിക്കണം, താമസിക്കാൻ പാടില്ല. അമ്മ വുജൂബുഹ അലൽ ഫൗരി, ഫൗറിന്റെ മേലാണ് അതിന്റെ വുജൂബ് എന്നുള്ളത്, പൊടുന്നനെ തൗബ ചെയ്യലാണ് നിർബന്ധം എന്നുള്ളത്. ഫലാ യുസ്തറാബു ഫീ, അതിൽ യാതൊരു സംശയവുമില്ല, സംശയിക്കപ്പെടേണ്ട കാര്യമല്ല. തൗബ പെട്ടെന്നുണ്ടാവണം, പാപം ചെയ്താൽ തൗബ പെട്ടെന്നുണ്ടാവണം. അദ്ദേഹം അതിന് കാരണം പറഞ്ഞു, ഇത് കാരണം മാരിഫത്തു കൗനിൽ മഹാസി, പാപങ്ങളാവുക എന്നുള്ളതിനെ അറിയൽ, മുഹ്ലിക്കാത്തിൻ, പാപങ്ങൾ മനുഷ്യന്റെ ആത്മീയതയെ നശിപ്പിക്കുന്നവകളാണ് എന്നറിയൽ, മിൻ നഫ്സുൽ ഈമാനി, അസൽ ഈമാനിൽപ്പെട്ടതാണ്. കുറെ വരും ഈമാനിന്റെ 70 ശാഖകളുണ്ടെന്നുള്ള ഹദീസിലേക്കുള്ള സൂചന. അപ്പൊ അതിൽപ്പെട്ട ഒരു ഈമാനിന്റെ ഭാഗമാണ് പാപകർമ്മങ്ങൾ മനുഷ്യനെ നശിപ്പിക്കുന്നതാണെന്നുള്ള അറിവുണ്ടാവൽ. ഇവിടെ അറിവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യക്കീനാണ്, യക്കീൻ. അത് ഈമാനിന്റെ അടിസ്ഥാനപരമായ ഈമാനിൽപ്പെട്ടതാണ് പാപങ്ങൾ മനുഷ്യനെ ആത്മീയതയെ നശിപ്പിക്കുന്നതാണ് എന്നുള്ള അറിവ്. അറിവ് വാജിബുൻ അലൽ ഫൗരി, പെട്ടെന്ന് തന്നെ ഉണ്ടാവേണ്ടതാണ്. പാപം ചെയ്താൽ ഉടൻ തന്നെ ഈ യഖീൻ മനസ്സിൽ വരണം. വൽ മുതഖസ്സി അൻ വുജൂബിഹി, ഈ പറഞ്ഞ മാരിഫത്തിന്റെ അതിന്റെ വുജൂബ്, ആ വുജൂബാകുന്ന അതിന്റെ വുജൂബിയത്തുണ്ടല്ലോ, നിർബന്ധിതാവസ്ഥ, ആ നിർബന്ധിതാവസ്ഥയാകുന്ന കടമ, ആ കടമയെ തൊട്ട് രക്ഷപ്പെടുത്തുന്നത്. വൽ മുതഖസ്സി അൻ വുജൂബിഹി, അതിന്റെ വുജൂബിയത്തിനെ തൊട്ട് രക്ഷപ്പെടുത്തുന്നത്. ഈ പറഞ്ഞ മനുഷ്യന്റെ പാപങ്ങൾ മനുഷ്യനെ നശിപ്പിക്കുന്നതാണ് എന്ന് അറിയൽ നിർബന്ധമാണെന്ന് പറഞ്ഞില്ലേ, ആ വുജൂബിയത്താകുന്ന ഉത്തരവാദിത്വം, അതിനെ തൊട്ട് മനുഷ്യനെ രക്ഷപ്പെടുത്തുന്നത്. ഹുവല്ലദീ അറഫഹു മഅരിഫതൻ സജറഹു ദാലിക അനിൽ ഫിഅലിൽ മക്റൂഹി. അത് അല്ലദീ ഒന്നാണ്, അറഫഹു അത് അവനെ അറിയിച്ചു, മാരിഫത്തിനൊരു അറിയിക്കൽ, സജറഹു ദാലിക ആ അറിയിപ്പ് അവനെ തടഞ്ഞു, അനിൽ ഫിഅലിൽ മക്റൂഹി മക്റൂഹായ ഫിഅലിനെ തൊട്ട്. അതായത് ഈ അറിവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ അറിവ് വന്നാൽ മക്റൂഹായ പ്രവൃത്തി അവനെ തൊട്ട് ഒഴിവാകണം, അപ്പോഴാണ് അത് അറിവാകുന്നത്. അതാ ഞാൻ പറഞ്ഞ അവിടുത്തെ ഉദ്ദേശം യഖീനാണ്. ഇത് പാപമാണ്, പാപം എന്നെ നശിപ്പിക്കുന്നതാണെന്നുള്ള യഖീനാണ്. ആ യഖീൻ വരിക എന്നുള്ളതാണ്. മക്റൂഹായ ഫിഅലിനെ തൊട്ട് ആ അറിവ് അവനെ തടയും. അങ്ങനത്തെ ഒരു അറിവാണ് ഇവിടെ ഈ വുജൂബിയത്തിനെ തൊട്ട്, വുജൂബിയത്താകുന്ന ആ ഹക്കിനെ തൊട്ട് മനുഷ്യനെ രക്ഷപ്പെടുത്തുന്നത്. ആ ഹക്ക് വീടപ്പെടുന്നത് എപ്പോഴാണ്? ആ മാരിഫത്ത് കൊണ്ട് മക്രൂഹിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കുമ്പോഴാണ്, അഥവാ ആ മാരിഫത്ത് മനുഷ്യനെ മക്രൂഹ് ചെയ്യുന്നതിനെ തൊട്ട് തടയുമ്പോഴാണ്. കാരണം ഫൈന ഹാദിയിൽ മാരിഫത്ത്, ഇവിടെ ഈ മാരിഫത്ത് എന്ന് പറഞ്ഞത് ലൈസത്ത്, അതല്ല മിൻ ഉലൂമിൽ മുക്കാശഫാത്ത്. മുക്കാശഫാത്ത് ഉലൂമുൽ മുക്കാശഫാത്തിൽപ്പെട്ടതല്ല, രണ്ട് സൈസ് ഇൽമാണ്, ഉലൂമുൽ മുആമലാത്തും ഉലൂമുൽ മുക്കാശഫാത്തും. മുക്കാശഫാത്തിന്റെ ഇൽമ് എന്ന് പറഞ്ഞാൽ അല്ലത്തി ലാ തതഅല്ലഖു ബി അമൽ, അതിന് അമലുമായിട്ട് ബന്ധമില്ല. മുക്കാശഫാത്തിന്റെ ഇൽമ് കശ്ഫിലൂടെ കാര്യങ്ങൾ അറിയുക, അള്ളാഹു ഉണ്ടെന്ന് അറിയുക, അതാ പറയുന്നു. ബൽ മറിച്ച് ഹിയ മുക്കാശഫാത്തിന്റെ ഇൽമ് എന്താന്നുള്ളത് പുറകെ പറയും അത്.
മുക്കാശഫാത്തിന്റെ ഇൽമ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അള്ളാഹു ഉണ്ടെന്നറിയുക, പടച്ചവമ്പുരാൻ ഏകനാണെന്നറിയുക, മലക്കുകളെ അറിയുക, ഇതെല്ലാം മുക്കാശഫാത്തിന്റെ ഇൽമാണ്. ആ ഇൽമ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഹാദിഹിൽ മാരിഫത്ത, ഇപ്പറഞ്ഞ മാരിഫത്ത് അത് ലേസത്ത്, അതല്ല പിന്നെ ഉലൂമിൽ മുക്കാശഫാത്തി അല്ലത്തി ലാ തതഅല്ലഖു ബി അമലി, അമലുമായി ബന്ധമില്ലാത്തതാണ് ഉലൂമുൽ മുക്കാശഫ. അള്ളാഹു ഉണ്ടെന്ന് അറിയുക, അതിനെന്താ അമല്? മലക്കുകൾ ഉണ്ടെന്ന് അറിയുക, എന്തിനാണ് അമല്? അവിടെ അമലുമായിട്ട് ബന്ധമില്ല. ബൽ മറിച്ച് ഹിയ, ഈ മാരിഫത്തി മിൻ ഉലൂമിൽ മുആമലത്തി, ഉലൂമുൽ മുആമലത്തിൽപ്പെട്ടതാണ്. അഥവാ ആ ഇൽമിലൂടെ അമല് വരും. വകുല്ലു ഇൽമിൻ യുറാദു ലിയകൂന ബാഇസൻ അലാ അമലിൻ, എല്ലാ ഓരോ ഇൽമും എങ്ങനത്തെ ഇൽമാണ്? യുറാദു, അതിന് ഉദ്ദേശിക്കപ്പെടും, ലിയകൂന, അതാകാൻ, ബാഇസൻ അലാ അമലിൻ, അമലിന്റെ മേൽ പ്രേരിപ്പിക്കുന്നതാകാൻ, അമലിന്റെ മേൽ പ്രേരിപ്പിക്കുന്നതാകാൻ ഉദ്ദേശിക്കപ്പെടുന്ന എല്ലാ ഓരോ ഇൽമും ഫലാ യഖഉ തഖസ്സി അൻ ഉഹദതിഹി, അതിന്റെ ആ കടമയെ തൊട്ട്, ആ ഉഹുദ്, അതിന്റെ ഉത്തരവാദിത്തത്തെ തൊട്ട് രക്ഷപ്പെടൽ ഉണ്ടാകത്തില്ല, രക്ഷപ്പെടൽ സംഭവിക്കുകയില്ല. മാലം യസിർ, ആ ഇൽമ് ആകാതിരിക്കുവോളം, ബാഇസൻ അലൈഹി, ആ അമലിന്റെ മേൽ പ്രേരിപ്പിക്കുന്നതാകാതിരിക്കുവോളം. ഏതൊരു ഇൽമും അമലിന്റെ മേൽ പ്രേരിപ്പിക്കുന്നതാകുമ്പോഴാണ് അതിന്റെ ഉഹുദയെ തൊട്ട് അയാൾ രക്ഷപ്പെട്ടതാകുന്നത്. അതിനകത്ത് ഉദാഹരണവും പറയും. ഫൽ ഇൽമു ബി ലറരി ദുനൂബി, പാപങ്ങളുടെ പിന്നെ ലററിനെ കുറിച്ചുള്ള ഇൽമ്, പാപങ്ങൾ ഉണ്ടാകുന്ന ഉപദ്രവം, അതിന്റെ ഉപദ്രവത്തെ കുറിച്ചുള്ള ഇൽമ്, ഇന്നമാ ഉരീദ, ആ ഇൽമിനെ ഉദ്ദേശിക്കപ്പെടുന്നത് ലിയകൂന, അതാകാൻ വേണ്ടി, ആ ബാഅസൻ തർക്കിഹ, പാപങ്ങൾ ഉപേക്ഷിക്കുന്നതിനെ പ്രേരിപ്പിക്കുന്നതാകാൻ വേണ്ടിയാണ്, പാപങ്ങളെ ഉപേക്ഷിക്കുന്നതിനെ പ്രേരിപ്പിക്കുന്നതാകാൻ വേണ്ടിയാണ് ഈ പാപങ്ങളുടെ ലററിനെ കുറിച്ചുള്ള ഇൽമ് അതിനെ ഉദ്ദേശിക്കപ്പെടുന്നത്. അഥവാ ആ ഇൽമിലൂടെ എന്തുണ്ടാവണം? പാപങ്ങളെ ഉപേക്ഷിക്കുന്നതിന് ആ ഇൽമ അവനെ പ്രേരിപ്പിക്കണം, അപ്പോഴാണ് അത് ഇൽമാകുന്നത്. ഫമല്ലം യത്രുക്കുഹ, അവൻ ആ പാപങ്ങളെ ഉപേക്ഷിച്ചില്ലെങ്കിൽ, അപ്പോഴവൻ ഫമൻ, അപ്പോൾ ഒരാൾ ലം യത്രുക്ക്, അവൻ അതിനെ ഉപേക്ഷിച്ചില്ല, ഒരുത്തൻ അങ്ങനെ ഉപേക്ഷിച്ചില്ലെങ്കിൽ, പാപങ്ങളെ ഉപേക്ഷിച്ചില്ലെങ്കിൽ, അപ്പോഴാ അവൻ ഫാഖിദുൻ ലിഹാദൽ ജുസീ മിനൽ ഈമാന്റെ ആ ജുസീനെ ഇല്ലാതാക്കിയവനാണ്. ഏത് ജുസു? പാപങ്ങൾ മനുഷ്യനെ നശിപ്പിക്കുന്നതാണെന്നുള്ള മാരിഫത്ത് ഈമാനിൽപ്പെട്ടതെന്ന് പറഞ്ഞില്ലേ, ആ ഭാഗം ഇല്ലാത്തവനായി തീരും അവൻ. വഹുവൽ മുറാദ്, അതാണ് ഉദ്ദേശം. ഖൗലി അലൈഹിസ്സലാം, ലാ യസിനി സാനി ഹൈന യസിനി വഹുവ മുഅ്മിൻ, പറഞ്ഞില്ലേ, വലാ യശ്റബുൽ ഖംറ ഹൈന യശ്റബുഹാ വഹുവ മുഅ്മിൻ. നീണ്ട ഹദീസാണ് അത്. ലാ യസിനി സാനി, വ്യഭിചരിക്കുന്ന ഒരാളും വ്യഭിചരിക്കത്തില്ല, ഹൈന യസിനി, അവൻ വ്യഭിചരിക്കുന്ന അവസരത്തിൽ, വഹുവ മുഅ്മിൻ, ഏതവസരത്തിൽ അവൻ മുഅ്മിനാണ്. മുഅ്മിനായ നിലയിൽ ഒരാൾ വ്യഭിചരിക്കുന്ന അവസരത്തിൽ വ്യഭിചരിക്കുകയില്ല, മദ്യപിക്കുന്ന അവസരത്തിൽ മദ്യപിക്കുകയില്ല, മുഅ്മിനായ നിലയിൽ. ഇവിടെ ഈ മുഅ്മിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതാണ് ഈ പറഞ്ഞത്. അതായത് പിന്നെ വ്യഭിചാരം തെറ്റാണ്, അത് മനുഷ്യനെ നാശത്തിലേക്ക് എത്തിക്കുന്നതാണ് എന്ന് ഇൽമുള്ള ഒരാൾ, ഇൽമ ഉണ്ടായിരിക്കെ വ്യഭിചരിക്കുകയില്ലെന്നാണ് ഈ പറഞ്ഞ ഹദീസിന്റെ ഉദ്ദേശം. അവിടുത്തെ ഈമാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്, ഈമാന്റെ ഒരു ശാഖയാണ്. ഒമാ അറാദ ബിഹി, നിബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടില്ല നഫിയൽ ഈമാനി, അസൽ ഈമാനിൻ നഫി ചെയ്യുന്നതിനല്ല ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ എങ്ങനത്തെ ഈമാൻ? എർജു, മടങ്ങുമില്ല ഉലൂമിൽ മുക്കാശഫത്തി, ഉലൂമുൽ മുക്കാശഫയിലേക്ക് മടങ്ങുന്ന ഈമാൻ ഇല്ലെന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. ഉദാഹരണക്കാൽ അൽമി ബില്ല, അള്ളാഹിനെ കുറിച്ചുള്ള ഇൽമുള്ളത് പോലെ, വഹദാനത്തിഹി, അള്ളാഹ് ഏകനാണെന്നുള്ള ഇൽമ്, വസിഫാത്ത്, അവന്റെ സിഫത്തുകളെ കുറിച്ചുള്ള ഇൽമ്, കുത്തുബി, അവന്റെ കിതാബുകളെ കുറിച്ചുള്ള ഇൽമ്, റുസുലി, അവന്റെ റുസുലുകളെ, ഇതെല്ലാം ഇൽമുൽ മുക്കാശഫാത്താണ്. ഇതിന് അമലുമായിട്ട് ബന്ധമില്ല. ആ ഈമാൻ ഉണ്ടാകത്തില്ലെന്നല്ല നബിതങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം. കാരണം ഫൈനദാലിക, ഇത് ലാ യുൻഫീഹി, ഈ ഇൽമിനെ ഈ ഈമാനിനെ നഫി ചെയ്യത്തില്ല. അസിന, സിന ഇതിനെ എന്ത് ചെയ്യില്ല? അസ്ഥിരപ്പെടുത്തുകയില്ല, നീക്കിക്കളയുകയില്ല. വൽ മആസി, പാപങ്ങളും ഇപ്പറഞ്ഞ ഈമാനിന്റെ ഭാഗത്തിനെ മാറ്റത്തില്ല. മറിച്ച് വൈന്നമ അറാദ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് ബിഹി, ഈ ലാ യസിനി സാനി എന്ന ഹദീസ് കൊണ്ട് നഫിയൽ ഈമാനി, ഒരു ഈമാനിന് നഫി ചെയ്യലിനെയാണ്. എങ്ങനത്തെ ഈമാൻ? ലി കൗനി സിന മുബിഉദൻ അനില്ലാഹി, സിന അള്ളാഹുവിനെ തൊട്ട് മനുഷ്യനെ അകറ്റുന്നതാണ് എന്ന ഈമാനിനെ നഫി ചെയ്യുന്നതിനാണ് അള്ളാഹു റസൂൽ ഉദ്ദേശിച്ചത്. മൂജിബല്ലിൽ മഖ്തി, അത് അള്ളാഹിന്റെ കോപത്തിന് നിർബന്ധമാക്കുന്നതാണ്, അള്ളാഹിനെ തൊട്ട് അകറ്റുന്നതാണ് സിന എന്നതിനെ കുറിച്ചുള്ള ഇൽമിന്റെ നഫീനെയാണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത്. ഈമാൻ ഈ 70 ചില്ലുവാനുമുണ്ടല്ലോ, അതിൽപ്പെട്ട ഒന്നാണിത്. മനുഷ്യനെ പാപങ്ങളിൽ നിന്നും ഒഴിവാക്കി നിർത്തുന്ന ഈമാൻ. പാപങ്ങളിൽ നിന്ന് ഒഴിവാക്കി നിർത്തുന്ന ഈമാൻ ഏതാണ്?
ആ പാപങ്ങളുടെ കുഴപ്പങ്ങളൊക്കെ അതിന്റെ ലററിനെ കുറിച്ചുള്ള ശരിയായ യക്കീൻ, ആ യക്കീൻ ഉണ്ടാകത്തില്ല ഇയാൾക്കെന്നായി പറഞ്ഞതിനർത്ഥം. അല്ലാണ്ട് മൊത്തം നേരത്തെ പറഞ്ഞ തനി കാഫിറാവുന്ന അർത്ഥത്തിലല്ല. ഏതുപോലെ കമായിദാക്കാല തബീബു, വളരെ ഗഹനമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് മഹാനായ ഇമാം ഗസാലി പറയുന്നത്. കമായിദാക്കാല തബീബു, ഒരു തബീബ് പറഞ്ഞാലുള്ളത് പോലെ. എന്തു പറഞ്ഞു തബീബ്? ഒരു വൈദ്യൻ, ഒരു ഡോക്ടർ. ഹാദാ സുമ്മുൻ, ഇത് വിഷമാണ്. ഫല തതനാവൽഹു, ഇതിനെ തുടരുത്, കരസ്ഥമാക്കരുത്. അപ്പൊ ഇതാ തനാവലോ, ഒരുത്തന എന്ത് ചെയ്തു? അതിനെ കരസ്ഥമാക്കി എങ്കിൽ യുക്കാലു, അവനെ കുറിച്ച് പറയപ്പെടും തനാവല, അവൻ കരസ്ഥമാക്കി. ഓ ഗൈറു മുഅ്മിൻ, അവൻ അതിൽ വിശ്വാസമില്ല, വിശ്വാസമില്ലാതെയാണ് അവൻ കരസ്ഥമാക്കിയത് എന്ന് പറയും. ഈ പറഞ്ഞ ലാബി മഅന അന്നോ ഗൈറു മുഅ്മിനിൻ ബിവുജൂദി തബീബി, ഡോക്ടർ ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് അയാൾക്ക് വിശ്വാസമില്ലെന്നല്ല, എന്ന മാനിക്കല്ല. അപ്പൊ കൗനിഹി തബീബൻ, ഇയാൾ ഡോക്ടർ ആണെന്നുള്ളതിനെ കുറിച്ചുള്ള വിശ്വാസമില്ല എന്ന മാനിക്കും അല്ല. ഗൈറു മുസദ്ദിഖ്, അയാൾ അതിനെ വാസ്തവമാക്കുന്ന ആൾ അല്ല എന്ന മാനിക്കും അല്ല. ബലിൽ മുറാദ്, മറിച്ചുപെടുത്ത ഉദ്ദേശം ഗൈറു മുസദ്ദിഖ്, അന്നഹു ഗൈറു മുസദ്ദിഖിൻ, ഇയാളെ വാസ്തവമാക്കാത്തയാളാണ് ഇത് കൗലിഹി, ഈ ഡോക്ടറിന്റെ വാക്കിനെ, ഇന്നു സുമ്മും മുഹ്ലിക്കുൻ, ഇത് നശിപ്പിക്കുന്ന വിഷമാണെന്നുള്ള വാക്കിനെ അയാൾ വാസ്തവമാക്കുന്നില്ല. അതാ ഇവിടുത്തെ ഈമാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഫൈനൽ ആലിമ ബി സുമ്മി, വിഷത്തിനെ സംബന്ധിച്ച് അറിവുള്ളയാള് ലായത്തനാവരുഹു, അതിനെ ഒട്ടും അയാൾ ഉപയോഗിക്കുകയില്ല, കരസ്ഥമാക്കുകയില്ല, അയാൾ കഴിക്കുകയില്ല. ഫൽ ആസി ബിൽ ലറൂറത്തി, അപ്പൊ ഇത്രയും പറഞ്ഞത് ഉദാഹരണം പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ് ഫൽ ആസി, അപ്പൊ പാപി ബിൽ ലറൂറ, നിർബന്ധമായും നാക്കിസുൽ ഈമാൻ, ഈമാൻ നാക്കിസായവനായിരിക്കും. അവന്റെ ഈമാൻ നാക്കിസാണ് പാപിക്ക്. കാരണം എന്താ? ഇത് മനുഷ്യനെ നശിപ്പിക്കുന്നതാണെന്നുള്ള കൽബിലെ യഖീൻ അവനില്ല. അപ്പൊ ഈമാന്റെ ഒരു ഭാഗം പോയി. അതാണ് അപ്പൊ എന്താണ് പറഞ്ഞേ? സ്ഥലം വിട്ടുപോയ കൊണ്ടാണ്. അപ്പൊ പാപി ബില്ലറു, നിർബന്ധമായും നാക്കിസുൽ ഈമാനാണ്. അവൻ ഈമാൻ നാക്കിസായവനാണ്, ചുരുങ്ങിയവനാണ്, ഈമാന് കുറവ് വന്നിട്ടുണ്ട്. വലൈസൽ ഈമാനു, ഈമാൻ എന്ന് പറയുന്ന ബാബൻ വാഹന, ഒരേ ഒരു ബാബല്ല, ബൽ മറിച്ച് അത് നെയ്ഫുൻ വ സബഊന ബാബൻ, 70 ചില്ലുവാനം ബാബുകളുണ്ട്. അൽ ഈമാനു ബിൽഉം വ സബഊന ശുഅബ എന്ന ഹദീസിലേക്ക് സൂചനയാണിത്. അഅലാഹ, അതിൽ ഏറ്റവും ഉയർന്നത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, വാദിനഹ, അതിൽ ഏറ്റവും താഴെയുള്ളത് ഈമാത്തുൽ അദാ അനി തരീഖ്, വഴിയെ തൊട്ട് ഇടങ്ങേറുള്ള വസ്തുവിനേക്ക് നീക്കുക എന്നുള്ളതാണ്. ഇതാണ് ഈമാൻ. അപ്പൊ മിസാൽ ഇതിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ കൗലുൽ ഖായിൽ, പറയുന്ന ഒരാളുടെ കൗലാണ്. ഈ പറയുന്ന വാക്കിനോട് ഇത് ഉദാഹരണം മനസ്സിലാവും. ലൈസൽ ഇൻസാനു മൗജൂദൻ വാഹിദൻ, മനുഷ്യൻ എന്ന് പറഞ്ഞ് ഒറ്റ ഒരു അസ്തിത്വമല്ല. ബൽ ഹുവ, അത് നൈഫുൻ വ സബഊന മൗജൂദൻ, 70 ചില്ലുവാനം അസ്തിത്വങ്ങളുടെ ഒരു ആകെ ചുരുക്കമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അഅലാഹ, അതിൽ ഏറ്റവും ഉയർന്നത് അൽ ഖൽബു വർ റൂഹു, കൽബും റൂഹുമാണ്. അതിനതിൽ ഏറ്റവും താഴെയുള്ളത് ഇമാത്തുൽ അദാ, അഴുക്കിനെയൊക്കെ നീക്കലാണ്, അനിൽ ബശർ, ശരീരത്തിനെ തൊട്ട്. അതാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. 70 ചില്ലുവാനം വസ്തുക്കൾ കൂടിയതാണ്. അതിൽ ഏറ്റവും ഉയർന്നത് കൽബും റൂഹുമാണ്. അതിലേറ്റവും താഴെയുള്ളത് ശരീരത്തിനെ ഇടങ്ങേറത്തിട്ട് മാറ്റലാണ്. ഉദാഹരണം അയ്യക്കൂൻ, അവൻ ആകൽ കൊണ്ട് മഖ്സൂസ ശാരിബി, മീശ വെട്ടിയവനാകുക, മഖ്ലൂമൽ അദ്ഫാർ, നഖം വെട്ടിയവനാകുക, മുറിച്ചവനാകുക, നഖിയ്യൽ ബശറത്തി, ശരീരം വൃത്തിയായവനാകുക, അനിൽ ഖബസി, നികൃഷ്ടമായ വസ്തുക്കളെ തൊട്ട് ശരീരം വൃത്തിയായവനാവുക, ഹത്താ യതമയ്യസ, അവൻ വേർതിരിയാൻ വേണ്ടി, അനിൽ ബഹായിമി, മൃഗങ്ങളെ തൊട്ട്, അൽ മുർസലത്തി, അയച്ചുവിടപ്പെട്ട മൃഗങ്ങളെ തൊട്ട്, പിന്നെ നാൽക്കാലികളെ തൊട്ട് അവൻ വ്യത്യാസമാകാൻ വേണ്ടി. എങ്ങനത്തെ മൃഗങ്ങളാണ്? അൽ മുലവസത്തി ബി അർവാഫിയ, ചാണകവുമായി ഇഴുകിക്കിടക്കുന്നവർ, ചാണക ശരീരം മുഴുവൻ പുരണ്ടവർ. അൽ അൽ മുസ്തഖറഹത്തി സുവരി, രൂപം മോശമായവർ. ബിതൂലി മഖാരിബിഹ, അതിന്റെ നഖങ്ങൾ നീളൽ കൊണ്ട്, വദലാഫി, അതിന്റെ കുളമ്പ് നീണ്ടുപോകൽ കൊണ്ട്, മുറിച്ചു കളയാനൊന്നും ആരുമില്ല. അങ്ങനെയുള്ള മൃഗങ്ങളെ തൊട്ട് മനുഷ്യൻ വേർതിരിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതെല്ലാം വൃത്തിയാക്കണം. അത് മനുഷ്യത്വത്തിന്റെ ഏറ്റവും താഴ്ന്ന പടിയാണ് എന്ന് പറഞ്ഞ പോലെ. മിസാലിൻ മുത്താബിഖുൻ, ഇത് അനുയോജ്യമായ ഒരു ഉദാഹരണം തന്നെയാണ്. ഫൽ ഈമാൻ, അപ്പൊ ഈമാൻ എന്ന് പറയുന്നത് കൽ ഇൻസാനി, ഇൻസാനോട് ഉപമിക്കാം ഈമാനിനെ. വഫഖദു ഷഹാദത്തി തൗഹീദി, തൗഹീദിന്റെ ഷഹാദത്ത് തൗഹീദ് ഇല്ലാതാക്കുക എന്നുള്ളത് യൂജിദുൽ ബുത്ലാന ബിൽകുല്ലി ഈമാനിനെ ബാത്തിലാക്കും. കഫഖദിർ റൂഹ്, റൂഹ് ഇല്ലെങ്കിൽ മനുഷ്യൻ തീരെ ഇല്ലാതാകുന്നത് പോലെ ഷഹാദത്ത് തൗഹീദ് ഇല്ലെങ്കിൽ പിന്നെ മനുഷ്യന് ഈമാനേ ഇല്ലെന്ന് വെക്കും. ഇനി വല്ലവി ഒരാള്
ലൈസലും അയാൾക്കില്ല ഇല്ലാ ഷഹാദത്ത് തൗഹീദ്, തൗഹീദിന്റെ ഷഹാദത്ത് അല്ലാതില്ല. റിസാലത്തും അയാൾക്ക് ആകപ്പാടെ അതേ ഉള്ളൂ ഒരാള്. അയാൾക്ക് ഈമാന്റെ മറ്റ് 68 ശാഖകളും ഇല്ല, അല്ലെങ്കിൽ 69 ശാഖകളും ഇല്ല. ഈ ഒരു ശാഖ മാത്രമേ ഉള്ളൂ ഒരാള്. എന്നാ ബഹുവ അയാള് ഇൻസാനിൻ മഖ്തൂഉൽ അത്റാഫി, അവയവങ്ങൾ മുറിക്കപ്പെട്ട മനുഷ്യനെ പോലെയാണ്. മഫ്കൂഉൽ ഐനി, 2 കണ്ണ് പിഴുതെടുക്കപ്പെട്ട. ഫാഖിദിന്റെ ജമീഅ അവയവങ്ങളെല്ലാം നഷ്ടപ്പെട്ട. അൽ ബാത്തിനത്തി വല്ലാഹിറ, ആന്തരികവും ബാഹ്യവുമായ മുഴുവൻ അവയവങ്ങളും ഇല്ലാതായ. ലാ അസ്ലുർ റൂഹ്, അസ്ലുർ റൂഹിൽ പോയിട്ടില്ല. അസ്ലുർ റൂഹുണ്ട്, ബാക്കിയുള്ള എല്ലാം പോയി. അയാളെ പോലെയാണ് ഈ പറഞ്ഞ ആര്, ഷഹാദത്ത് തൗഹീദ് മാത്രമുള്ള ഒരു പാപി. ഇപ്പൊ കമാ അന്നമൻ, ഇപ്പൊ ഒരാള് ഹാദായ ഈ പറഞ്ഞതാണ് ഹാരു അയാളുടെ അവസ്ഥ. അങ്ങനത്തെ ആള് ഖരീബുൻ, അയാൾ അടുത്തവനാണ്, മിൻ അയ്യമൂത്ത, മരിക്കാൻ, മരണത്തിനോട് അവൻ അടുത്തവനാണ്. അങ്ങനെ റൂഹു, റൂഹ് അതിനകത്തോട്ട് നീങ്ങാനും, അല്ലാഹു ബലഹീനമായ റൂഹ്, അൽ മുൻഫരിദത്ത്, തനിച്ച റൂഹ്, അല്ലത്തി തഖല്ലഫ അൻഹൽ അഅ്ളാഉ, അവയവങ്ങളെ തൊട്ട് ആ അവയവങ്ങളെല്ലാം ആ റൂഹിനെ തൊട്ട് വേറുപെട്ടു. അല്ലത്തി തമുദ്ദുഹ വ തുഖവ്വിഹ, ആ അവയവങ്ങൾ അവന്റെ ആ റൂഹിനെ പിന്നെ അതിന് സഹായിയായിരുന്നു, ശക്തിപ്പെടുത്തുമായിരുന്നു, അതെല്ലാം നീങ്ങിപ്പോയി. അതുപോലെ അങ്ങനെ ഒരു മനുഷ്യനായതുപോലെ, ഒരു മനുഷ്യന്റെ അവസ്ഥ അങ്ങനെ ആയതുപോലെ, പിന്നെ അപ്പൊ കഥാലിക്ക് ഇപ്രകാരമാണ് മൻ, ഒരാള് ലേസിലും അയാൾക്കില്ല ഇല്ല അസുലുൽ ഈമാൻ, അസുൽ ഈമാൻ അല്ലാതില്ല. ഈ പറഞ്ഞ ശരീരത്തിന്റെ അവയവങ്ങളൊന്നും തന്നെ ഇല്ല, റൂഹ് മാത്രമേ ഉള്ളൂ. അയാളുടെ അവസ്ഥ ഈ പറഞ്ഞത് ആയതുപോലെയാണ് ഒരാള്. അയാൾക്ക് ഈമാന്റെ അസുല് മാത്രമേ ഉള്ളൂ. ബഹു അയാൾ മുഖസ്സിറുൻ ഫിൽ അമാല്, അമലുകളിൽ വീഴ്ച വരുത്തുന്നവനാണ്. ഖരീബുൻ, അവൻ അടുത്തവനാണ്. മിൻ അൻ തക്കുത്തലി ആ ഷജറത്ത് ഈമാൻ, അയാളുടെ ഈമാനിന്റെ വൃക്ഷം പിഴുതു പോകുന്നതിനോട് അടുത്തവനാണ്. എപ്പോഴ് ഇതാ സദമത്ത് ഹരിയാഹു, ആ വൃക്ഷത്തിനോട് കാറ്റ് അടിച്ചു വീശിയാൽ, ആ വൃക്ഷത്തിന് കാറ്റ് അടിച്ചു വീശിയാൽ, ആസിഫത്തു, അടിച്ചു വീശുന്ന കാറ്റ് അതിനെ ഇളക്കിയാൽ, അൽ മുഹരിക്കത്തു, ഇളക്കി വിടുന്ന, അത് പറിച്ചു കളഞ്ഞ, സദമ പറിച്ചു കളഞ്ഞു. അൽ മുഹരിക്കത്തുലിൽ ഈമാനി, ഈമാനിനെ ഇളക്കി കളയുന്ന, അടിച്ചു വീശുന്ന കാറ്റ് അതിനെ അടിച്ചാൽ, അപ്പൊ അതിന്റെ ഈമാനിന്റെ വൃക്ഷം മുറിഞ്ഞു പോകുന്നതിനോട് പിഴുതു പോകുന്നതിനോട് അടുത്തവനാണ് ഇവൻ. എപ്പോഴാണ് അത് ഉണ്ടാകുന്നത്, ഈമാനെ ഇളക്കുന്നത്? അത് ഫീ മുഖദ്ദിമത്തി ഖുദൂമി മലക്കുൽ മൗത്ത് അലൈഹി ഇസ്ലാം, മലക്കുൽ മൗത്ത് അലൈഹി ഇസ്ലാം വരുന്ന ആ ആരംഭത്തിൽ, അല്ലാഹു നമ്മളെ രക്ഷിക്കട്ടെ. അത് തന്നെ വുറൂദിഹി, മലക്കുൽ മൗത്ത് വരുന്ന ആരംഭത്തിൽ. അപ്പൊ കൊല്ലി ഈമാൻ, അപ്പൊ എല്ലാവരും ഈമാനും ലം യസ്ബുത്ത് ഫിൽ യഖീനിയ അസ്ലു, അതിന്റെ അസ്ല് യഖീനിൽ ഉറച്ചില്ല. ഈമാനുണ്ട്, പക്ഷെ അയാൾക്ക് യഖീൻ വന്നില്ല. യഖീൻ വന്നാൽ പരിപൂർണ്ണം 100%. പിന്നെ അവിടെ മറ്റൊരു ചിന്ത അവിടെ ഇല്ല, പാവം ചെയ്യത്തേ ഇല്ല. അപ്പൊ അസ്ലില് അവന്റെ യഖീനിൽ അവന്റെ അസ്ല് ഉറച്ചിട്ടില്ല. പിന്നെയോ വലം തന്തസിർ ഫിൽ അമാലി, അമലുകളിൽ വ്യാപിച്ചിട്ടില്ല. ഫുറൂഖ്, അവന്റെ ശാഖകൾ, ആ ഈമാന്റെ ശാഖകൾ അമലുകളിലൊന്നും വന്നിട്ടില്ല. എങ്കിൽ ലം യസ്ബുത്ത്, അവൻ സ്ഥിരപ്പെടുകയില്ല, ആ ഈമാൻ സ്ഥിരപ്പെടുകയില്ല. അല അവാസിഫിൽ അഹ്വാലി, ഭയാനകതയുടെ കൊടുങ്കാറ്റിന്റെ മേൽ അത് സ്ഥിരപ്പെടുകയില്ല. എന്താ ലുഹൂരി നാസിയത്തി മലക്കുൽ മൗത്ത്, മലക്കുൽ മൗത്ത് അലൈഹി സ്വലാമിന്റെ തല വെളിവാകുന്ന അവസരത്തിൽ. വഖീഫ അലി, അവന്റെ മേൽ ഭയക്കപ്പെടണം. സൂഉൽ ഖാത്തിമത്തി, സൂഉൽ ഖാത്തിമയെ ഭയക്കപ്പെടണം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇല്ലാ മാ, ഒരു അവസ്ഥ ഒഴികെ, യബ്ഖാദ് ശേഷിക്കും. ഇല്ലാമ, ഒരു അമലൊഴികെ, യബ്ഖാദ് ശേഷിക്കും. താആത്തി, താഅത്തുകളെ കൊണ്ട് ശേഷിക്കും. താഅത്തുകളെ കൊണ്ട് ശേഷിക്കുന്ന ഒന്നൊഴികെ. അല്ലാ തവാലിൽ അയ്യാമി, തുടരെയുള്ള ദീർഘമായ ദിവസങ്ങളിൽ, ദീർഘമായ സമയങ്ങളിലും താഅത്ത് കൊണ്ട് ശേഷിക്കുന്ന ഒന്നല്ലാതെ. ആ താഅത്ത് ഇല്ലെങ്കിൽ സൂൽ ഖാത്തിമ വന്നത് തന്നെ. ഹത്താ റസഖ വസബത്ത്, അങ്ങനെ താഅത്തുകൾ നിത്യമായി അവന്റെ സാഹത്തിലും അയ്യാമിന്റെയും നിത്യതയിൽ തുടരെ അവൻ അമൽ ചെയ്തു. ഹത്താ റസഖ വസബത്ത്, ഈമാൻ ഉറയ്ക്കും, സ്ഥിരപ്പെടും. അതാണ്. അതില്ലെങ്കിൽ അവന്റെ ഈമാൻ നഷ്ടപ്പെട്ട് തന്നെ കാറ്റ് വന്ന് അടിച്ചു പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈമാൻ നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. കൗലുൽ ആസി, ഒരു പാപി പറയൽ, ലിൽ മുത്തീഇ, ഇബാദത്ത് ചെയ്ത വഴിപ്പെട്ട ഒരാളോട്, ഇന്നി മുഅ്മിനുൻ, ഞാൻ മുഅ്മിനാണ്, കമാ അന്നക മുഅ്മിനുൻ, നീ മുഅ്മിനായതുപോലെ. ഇബാദത്ത് ചെയ്യുന്ന സാലിഹായ ഒരു മനുഷ്യനോട് പാപിയായ ഒരു ജമ്മാട് പറയാ, എടാ നീ മോമിനായതുപോലെ ഞാനും മോമിനാണ് എന്ന് പറയുന്നവൻ എന്ന് പറയൽ കൗലി ഷജറത്തിൻ, ഷജറത്തിൽ കറൈ, ചുരക്ക എന്ന് പറയുന്ന ചെടിയുണ്ടല്ലോ, അത് ചുരക്ക വൃക്ഷം എന്ന് പറയാം.
അത് പറയുന്നത് പോലെയാണ് ഷജറത്തിൽ സമ്പൂർ മരത്തിനോട്. വൈൻ മരം എന്നിട്ടാണ് അതിന്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. നല്ല ബലമുള്ള മരമാണ്. ആ മരത്തിനോട് പറയുന്ന പോലെ അന ഷജറത്തുൻ വാന്ത ഷജറത്തുൻ, നീയും മരമാണ് ഞാനും മരമാണ്. ചോരയ്ക്കാ മരം വൈൻ മരത്തിനോട് പറയും, തേക്കിനോട് പറയുന്നവരെന്ന് വെച്ചോ. വമ അഹ്സന ജവാബ ഷജറത്തി സമ്പൂരി, ഈ വൈൻ മരത്തിന്റെ ജവാബ് എത്ര നല്ലതായിരിക്കും ഇതൊക്കെ പറയുന്ന അവസരത്തിൽ. എങ്ങനെ? എടാ ചൊരക്കാമരമേ സതഅരിഫീന, നിനക്കറിയാൻ കഴിയും പിന്നീട് എഗ്തിറാറക്ക, നിന്റെ നീ ഉറൂർ, ഞാൻ വലിയ ആളാണെന്നുള്ള നിന്റെ ആ ഇതുണ്ടല്ലോ, ആ ഭാവം, അതാണ് വഞ്ചിതാവസ്ഥ. അത് നീ അറിയും. ബിഷുമൂലിൽ ഇസ്മി, പേരിന്റെ ശുമൂല് കൊണ്ട്. അതായത് നീ മുഅ്മിൻ ഞാനും മുഅ്മിൻ എന്നുള്ള പേരിൽ ഷാമിലാണെന്നല്ലേ പറഞ്ഞ്. അത് നീ അറിയും അതിന്റെ ആ വഞ്ചിതാവസ്ഥ. ഇതാ ആസഫത്തി റിയാഹുൽ ഖരീഫി, ഖരീഫ് കാലത്തുള്ള കാറ്റ് അടിച്ചു വീശിയാൽ, ഹേമന്ത കാലത്തുള്ള കാറ്റ് അടിച്ചു വീശിയാൽ, ഫഇൻദാലിക, ആ അവസരത്തിൽ തൻകത്തിഉ ഉസൂലുക, നിന്റെ അടിവേരുകൾ മുറിഞ്ഞു പോകും. തനാഫറു ഔറാഖ്, ഇലകളൊക്കെ പിഴുത് പറഞ്ഞു പോകും. വയൻകശിഫു ഗുറൂറുക, നിന്റെ ആ ഗുറൂറുണ്ടല്ലോ, വഞ്ചിതാവസ്ഥ, അത് വെളിവാകും. ബിൽ മുശാറക്കത്തി ഫി ഇസ്മി ഷജറത്തി, മരത്തിന്റെ പേരിൽ പങ്കാകുക നിലയിൽ നീ ഞാനുമായിട്ട് പങ്കെന്ന് പറഞ്ഞില്ലേ, അതെല്ലാം വെളിവാകും. മാൽ ഗഫലത്തി അൻ അസ്ബാബി സുബൂത്തിൽ അശ്ശാരി, വൃക്ഷങ്ങളുടെ സുബൂത്ത്, ആ സുബൂത്യത്തിന്റെ കാരണങ്ങൾ തൊട്ട് അശ്രദ്ധമായതോടുകൂടെ, വൃക്ഷം സ്ഥിരമാകണമെങ്കിൽ എന്ത് വേണം? അതിനെ തൊട്ട് അശ്രദ്ധമായതോടുകൂടെ വെറും പേരിൽ ഇങ്ങനെ ഞാൻ മുഷാരിക്കാന്ന് പറഞ്ഞാൽ ആ വഞ്ചിതാവസ്ഥ നിനക്ക് പിന്നീട് വെളിവാകും എന്ന് മരം വലിയ മരം ഈ ചെറിയ പടർപ്പിനോട് പറയുന്നത് പോലെയാണ് ഒരു പാപിയായ മനുഷ്യൻ മുത്തീഖിനോട് പറഞ്ഞാൽ അപ്പം മുത്തീഖിന് തിരിച്ചു കൊടുക്കുന്ന മറുപടി അതായിരിക്കും. സൗഫ തറാ ഇദൻ ജലൽ ഗുബാറു അഫർസുൻ തഹ്തക അം ഹിമാറു. ഈ പദ്യം വേറെ രൂപത്തിലുണ്ട്. സൗഫ തറാ ഇദൻ ഫസൗഫ തറാ ഇദൻ ഖലബൽ ഗുബാറു അഫർസുൻ തഹ്ത റിജ്ലിക അം ഹിമാറു. ഫസൗഫ തറാ ഇദൻ ഖലബൽ ഗുബാറു ഇദൻ ജലൽ ഗുബാറു. പൊടിപടലങ്ങൾ വെളിവായി സംഗതി അന്തരീക്ഷം തെളിഞ്ഞാൽ നീ പിന്നീട് കാണും. അത് തെളിയുമ്പോൾ ആ ഫർസുൻ, കുതിരയാണോ തഹ്തക നിന്റെ കീഴെയുള്ളത്, ഹിമാറോ അതല്ല കഴുതയാണോ എന്ന്. ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് പാടിയതാണ് വേറൊരാള്. നീ കഴുതപ്പുറത്താ യാത്ര ചെയ്യുന്നത്, കുതിരയല്ല നിനക്കുള്ളത്, നിനക്ക് ശക്തിയില്ലെന്ന് കാണിക്കാൻ വേണ്ടിയാ പറഞ്ഞു എന്ന് പറഞ്ഞ പോലെയാണ്. പിന്നെ ഗുബാറ് വെളിവായി നീങ്ങിയാൽ, ഇഞ്ചലൽ ഗുബാറ് നീങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ പിന്നെ അന്തരീക്ഷം തെളിയും. അപ്പൊ നിനക്ക് വെളിവാകും നീ കുതിരപ്പുറത്താണോ, നിന്റെ തഹ്തിലുള്ളത് കുതിരയാണോ അതല്ല കഴുതയാണോ എന്നതുപോലെയാണ് ഇവിടെ മലക്കുൽ മൗത്ത് വരുമ്പോൾ എല്ലാം വെളിവാകും. അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. അമ്രുൻ യൽഹറു ഇൻദൽ ഖാത്തിമ, ഇത് വെളിവാകും ഇൻദൽ ഖാത്തിമ, അന്തിമാവസരത്തിലാണ് ഇത് വെളിവാകുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഇവിടെ നിർത്താം. ബാക്കി പിന്നീട് നാളെ ഇൻഷാ അല്ലാഹ്.